അപ്പോൾ ഇതാ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലായ ഉസ്നി മഞ്ചേരി യൂട്യൂബ് ചാനലിൽ ഇതാ ഒരു വീഡിയോ കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പല സ്ഥലങ്ങളിലും പല വീടുകളിലും അത്ഭുതകരമായി നമ്മൾ കണ്ടുവരുന്ന കൈ കാണിച്ചാൽ വെള്ളം തരുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്തെന്നാൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പ് വാങ്ങിയവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പിന് വില വരുന്നത് ഏകദേശം 3500 രൂപ മുതൽ മുകളിലോട്ട് 10,000 രൂപ വരെ വിലമതിക്കാവുന്ന റേറ്റുകളിൽ പല ഇനങ്ങളിൽ പല ഐറ്റം സാധനങ്ങൾ നമുക്ക് മാർക്കറ്റുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ കേവലം 500 രൂപക്ക് താഴെ ഈ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യാമെന്ന് യൂട്യൂബ് വീഡിയോകളിൽ നിന്നും കളക്ട് ചെയ്ത വിവരങ്ങൾക്ക് അടിസ്ഥാനമായി നമ്മൾ പ്രാക്ടിക്കലായി പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ്. ആവശ്യമായ വസ്തുക്കളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇതിനാവശ്യമായി ആദ്യമായി വേണ്ടത് 12 വോൾട്ട് DC യിൽ വർക്ക് ചെയ്യുന്ന സോളിനോയിഡ് വാൾവ് എന്ന് പറയുന്ന ഒരു വാൾവാണ്. ഇത് കടയിൽ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല. പഴയ വാഷിംഗ് മെഷീൻ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ സോളിനോയിഡ് വാൾവ് ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിലും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി കടകളിൽ നിന്ന് കേവലം 300 രൂപക്ക് താഴെയായിട്ട് ഈ വാൾവ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ആവശ്യമായി വരുന്നത് 1K റെസിസ്റ്റർ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഒരു 1K റെസിസ്റ്റർ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ഇതുപോലെയുള്ള 1N4007 ഡയോഡ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന 2 LED ബൾബുകളോട് കൂടിയുള്ള ഈ ഇലക്ട്രിക് ഐറ്റം ആകുന്നു ഇതിന്റെ ഹൃദയഭാഗമായിട്ടുള്ള പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്ന സെൻസർ. ഇതാണ് നമ്മൾ കൈ കാണിക്കുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുകയും കണക്ഷൻ ഓഫ് ആക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്ന സെൻസറാണ് ഇത്. ഇതാണ് ഇതിന്റെ മുഖ്യമായ ഭാഗവും. നമ്മൾ കൈ കാണിക്കുമ്പോൾ സെൻസർ ചെയ്തുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് ഓൺ ആവുക ഓഫ് ആവുക എന്നുള്ള വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന 7805 എന്ന റെഗുലേറ്റർ IC ഒരെണ്ണം നമുക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായത് 12 വോൾട്ട് റിലേ ആകുന്നു. ഈ കാണുന്ന നീല കളറിലുള്ള ചെറിയ ചതുരക്കട്ടയാകുന്നു 12 വോൾട്ടിന്റെ റിലേ. ആവശ്യമായ സാധനങ്ങൾ ഒരുമിച്ച് വെച്ച് വീഡിയോ എടുത്തപ്പോൾ BC 547 എന്ന ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതുകൂടി നമുക്ക് ആവശ്യമാണ്. ആവശ്യമായ വസ്തുക്കളുടെ പേരുകളും ഫോട്ടോകളുമാണ് ഈ കാണുന്നത്. ഇത് കടയിൽ കാണിച്ചാൽ അവർ പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തു തരും. ഇനി ഇവകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വളരെ ചെറിയ സംഗതികളായതുകൊണ്ട് നമുക്ക് ചെറിയൊരു റിസ്ക് ഫീൽ ചെയ്യാമെങ്കിലും സോൾഡിംഗ് പ്രശ്നമല്ലാത്ത ആളുകൾക്ക് വളരെ സിമ്പിളായി ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 7805 റെഗുലേറ്റർ ICയും പ്രോക്സിമിറ്റി സെൻസറും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും എളുപ്പ വഴിയാണ് രണ്ടിൻ്റെയും ആദ്യ ലെഗുകൾ വളച്ചു വെക്കുക. പ്രോക്സിമിറ്റി സെൻസറിന്റെ 3 ലെഗുകൾക്ക് താഴെ അതിൻ്റെ ഡീറ്റെയിൽസുകൾ ചെറിയ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകും. ആദ്യത്തേത് ഔട്ട്പുട്ടാണ്, രണ്ടാമത്തേത് ഗ്രൗണ്ട് ആണ്, മൂന്നാമത്തേത് VCC ആണ്. രണ്ടാമത്തെ ഗ്രൗണ്ട് എന്നതാണ് 5 വോൾട്ട് മൈനസ്, VCC എന്നതാണ് പ്ലസ്. അതുപോലെ തന്നെ 7805 റെഗുലേറ്റർ ICയുടെ 3 ലെഗുകൾക്ക് താഴെയായി അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസുകൾ നമുക്ക് കാണാം. ആദ്യത്തെ ലെഗ് നമ്മൾ വളച്ചു വെച്ചു. രണ്ടാമത്തേതിന് ഗ്രൗണ്ട് എന്ന് തന്നെയാണ് പറയുക. പ്രോക്സിമിറ്റി സെൻസറിന്റെ ഗ്രൗണ്ടിലേക്ക് അതിനെ ഷോൾഡ് ചെയ്യുക. അതുപോലെ മൂന്നാമത്തെ ലെഗ് 5 വോൾട്ട് ഔട്ട്പുട്ടാണ്. ആ ഔട്ട്പുട്ടിനെ VCCയിലേക്ക് പ്രോക്സിമിറ്റി സെൻസറിന്റെ VCCയിലേക്ക് ഷോൾഡ് ചെയ്തെടുക്കുക. ഷോൾഡ് ചെയ്തെടുത്തത് വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് 12 വോൾട്ട് റിലേയും 1N4007 ഡയോഡും എടുത്ത് അത് തമ്മിൽ ജോയിൻ ചെയ്യണം. റിലേയും ഡയോഡും തമ്മിൽ ഷോൾഡ് ചെയ്തെടുക്കുമ്പോൾ ലെഗുകൾ പരസ്പരം മാറാതിരിക്കാനുള്ള എളുപ്പമാർഗം ശ്രദ്ധിക്കുക. റിലേക്ക് വരുന്നത് 5 ലെഗുകളാണ്. ഒരു ഭാഗത്ത് 2 ലെഗുകളും ഒരു ഭാഗത്ത് 3 ലെഗുകളും. അതിൽ 3 ലെഗുകളുള്ള ഭാഗം നമുക്ക് അഭിമുഖമായി പിടിക്കുക. ഡയോഡിന്റെ ഒരു ഭാഗത്ത് വരയും ഒരു ഭാഗത്ത് വരയില്ലാതെയും കാണാം. വരയില്ലാതെ കാണുന്ന ഭാഗത്തെ ലെഗിനെ റിലേയുടെ നമുക്ക് അഭിമുഖമായി പിടിച്ച 3 ലെഗുകളിൽ വലത്തെ അറ്റത്തേതിൽ ഷോൾഡ് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഡയോഡിന്റെ വരയുള്ള ഭാഗത്തെ ലെഗിനെ റിലേയുടെ ഇടത്തെ അറ്റത്തുള്ള മൂന്നാമത്തെ ലെഗിലും ഷോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഷോൾഡ് ചെയ്തതിന് ശേഷം നീണ്ടുകിടക്കുന്ന ഡയോഡിന്റെ വരയുള്ള ഭാഗത്തെ ലെഗിനെ വളച്ച് റിലേയുടെ 3 ലെഗുകളിലെ നടുവിൽ ഒഴിഞ്ഞു കിടക്കുന്ന ലെഗിലേക്ക് ഷോൾഡ് ചെയ്തു വെക്കുക. വീഡിയോയിൽ അത് ഞാൻ പിന്നീടാണ് ചെയ്യുന്നത്. പിന്നീട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇപ്പോൾ ചെയ്തു വെക്കുന്നതാണ്. ഇനി റെഗുലേറ്റർ ICയുടെ നേരത്തെ നാം വളച്ചു വെച്ച ലെഗും റിലേയുടെ നമ്മുടെ മൂന്നാമത്തെ ലെഗും തമ്മിൽ ജോയിൻ ചെയ്യുക. മൂന്നാമത്തെ ലെഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡയോഡിന്റെ വരയിട്ട ഭാഗം ഷോൾഡ് ചെയ്തു വെച്ച ആ ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്ത് ഷോൾഡ് ചെയ്യുക. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ ഇതിനാവശ്യമായ വസ്തുക്കളുടെ വീഡിയോ കാണിച്ചപ്പോൾ കാണിക്കാൻ വിട്ടുപോയ BC 547 എന്ന ട്രാൻസിസ്റ്റർ ആണ്. ഫോട്ടോയിൽ കാണുന്നതാണ് BC 547 എന്ന ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ ആദ്യത്തെ ലെഗ് കളക്ടറും നടുവിലേത് ബേസും മൂന്നാമത്തേത് എമിറ്ററും ആയിരിക്കും. ഇതിൻ്റെ നടുവിലെ ബേസ് ബാക്കിലൂടെ മുകളിലേക്ക് വളച്ചു വെക്കുക.
മറ്റ് 2 ലെഗുകളും 2 ഭാഗത്തേക്കും വളച്ചു വെക്കുക. ഇനി ഇതിൻ്റെ അവസാനത്തെ ലെഗ്, അതായത് എമിറ്ററിൻ്റെ കണക്ഷൻ, നേരെ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഗ്രൗണ്ടും റെഗുലേറ്റർ ഐസിയുടെ ഗ്രൗണ്ടും നേരത്തെ ഷോൾട്ട് ചെയ്ത് വെച്ച അതേ ലെഗിൽ, നടുവിലെ ലെഗിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യുക. ഈ ലെഗ് കളക്ടറാണ്, ഇതല്ല ജോയിൻ ചെയ്യേണ്ടത്. ജോയിൻ ചെയ്യുമ്പോൾ മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഷോൾട്ട് ചെയ്തെടുക്കുക. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിനെ ഷോൾട്ട് ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന റിലേയുടെ വലതുഭാഗത്തെ അറ്റം, അതായത് നമ്മളുടെ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗം ഷോൾട്ട് ചെയ്ത് വെച്ച അതേ ലെഗിൽ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിനെ ഷോൾട്ട് ചെയ്തെടുക്കുക. ഇവിടെ. അങ്ങനെ അതും നാം ഷോൾട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് 1K റെസിസ്റ്റർ ആണ്. 1K റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഏകദേശം കണക്ഷനുകളൊക്കെ അവസാനിക്കുകയാണ്. പിന്നീട് സോളിനോയിഡ് വാൾവിലേക്കും ബാറ്ററി കണക്ഷൻ കൊടുക്കാനുള്ള കണക്ഷൻ മാത്രം ബാക്കിയുണ്ടാവുകയുള്ളൂ. BC547 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലെ ബേസ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ ബാക്കിയുള്ള ലെഗിലേക്ക് നമ്മൾ മുകളിലേക്ക് വളച്ചു വെച്ച ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലെ ബേസിലേക്ക് 1K റെസിസ്റ്ററിൻ്റെ ഒരു ഭാഗം ഷോൾട്ട് ചെയ്തെടുക്കുക. മറുഭാഗം പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഔട്ട്പുട്ടായി നമ്മൾ വളച്ചു വെച്ച ഔട്ട്പുട്ടിലും ഷോൾട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ. ഇനി ഇതിലേക്ക് കറണ്ട് കൊടുക്കുകയാണ്. കറണ്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 12 വോൾട്ടാണ്. 12 വോൾട്ടിൻ്റെ എലിമിനേറ്ററോ അല്ലെങ്കിൽ സമാനമായ ബാറ്ററിയോ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബാറ്ററിയിലേക്ക് ആവശ്യമായ വയർ, ബാറ്ററിയുടെ അകലത്തിന് ആവശ്യമായ വയർ, അതുപോലെ സോളിനോയിഡ് വാൾവ് എവിടെയാണോ വെക്കുന്നത് അവിടെ നിന്ന് സെൻസറിലേക്ക് എത്ര അകലമുണ്ടോ ആ അകലത്തിനനുസരിച്ചുള്ള വയറുകൾ അളന്നെടുത്ത് മുറിച്ച് അതിനുശേഷം സോൾഡ് ചെയ്യുക. സോൾഡ് ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം കണക്ഷൻ കൊടുക്കുന്നത് കറണ്ടിൻ്റെ പോസിറ്റീവ് കണക്ഷനാണ്. പോസിറ്റീവ് കണക്ഷൻ കൊടുക്കുന്നത് റിലേയുടെ 3 ലെഗുകൾ വരിയായി നിൽക്കുന്നതിലെ ഇടത്തെ അറ്റത്തെ ലെഗിലാണ്. ഈ ഇടത്തെ അറ്റത്തെ ലെഗിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ ഇടത്തെ അറ്റത്തെ ലെഗും നടുവിലെ ലെഗിനും കണക്ഷൻ ഉണ്ടായിരിക്കണം. രണ്ടും ജോയിൻ ചെയ്തിരിക്കണം. ഞാൻ ഇപ്പോഴാണ് അതിനെ ഷോൾഡ് ചെയ്യുന്നത്. അത് രണ്ടും ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ഇപ്പോഴാണ്. ആദ്യമേ ഞാൻ പറഞ്ഞു, ആ ഡയോഡിൻ്റെ ബാക്കിയുള്ളതിനെ വളച്ച് സെൻട്രൽ ലെഗിൽ ഷോൾഡ് ചെയ്തെടുത്താൽ അതായിരിക്കും എളുപ്പം. ഞാനത് ഇപ്പോൾ ഷോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ പോസിറ്റീവിനെ ഷോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നെഗറ്റീവ് കണക്ഷനാണ് കൊടുക്കാനുള്ളത്. നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ഷനും സോളിനോയിഡ് വാൾവിന് കൊടുക്കേണ്ട നെഗറ്റീവ് കണക്ഷൻ വയറുകളും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളുടെ റെഗുലേറ്റർ IC 78205 എന്ന റെഗുലേറ്റർ ICയുടെ സെൻട്രലിൽ ഉള്ള ഗ്രൗണ്ട് ലെഗിൽ ഷോൾഡർ ചെയ്യുക. ഗ്രൗണ്ട് ലെഗിലാണ് ഷോൾഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷനുകൾ നൽകി കഴിഞ്ഞു. ഇനി ആകെ നൽകാനുള്ളത് സോളിനോയിഡ് വാൾവിലേക്കുള്ള പോസിറ്റീവ് കണക്ഷൻ മാത്രമാണ്. അത് വളരെ സിമ്പിളാണ്. റിലേയിലെ ഒഴിഞ്ഞു കിടക്കുന്ന 2 പിന്നുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് 3 പിന്നുകൾ നമ്മളുടെ നേരെയാക്കി പിടിച്ചാൽ മുകളിലെ 2 ഒഴിഞ്ഞ പിന്നുകളിലെ വലതുഭാഗത്തെ പിന്നിലാണ് അത് ഷോൾഡർ ചെയ്യേണ്ടത്. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 3 പിന്നുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഭാഗം നമ്മളുടെ നേരെ പിടിക്കുമ്പോൾ മുകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന 2 പിന്നുകളിൽ വലതുഭാഗത്തെ പിന്നിലാണ് സോളിനോയിഡ് വാൾവിൽ നിന്നുള്ള പോസിറ്റീവ് ഷോൾഡ് ചെയ്യേണ്ടത്. സോളിനോയിഡ് വാൾവിൽ ഈ 2 വയറുകളും ഷോൾഡ് ചെയ്യുകയോ കണക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. ഈ കണക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല. വെള്ളം ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് സോളിനോയിഡ് വാൾവിൻ്റെ അടിയിൽ തന്നെ ആരോ മാർക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളുടെ ഈ ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പ് എന്ന ഈ എക്സ്പെരിമെൻറ്റ് 100% വിജയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വിജയിക്കുമെന്നൊന്നും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വീടിൻ്റെ മുമ്പിൽ സ്ഥിരമായി യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. മാത്രവുമല്ല, ഏതൊരു ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പിൻ്റെ പ്രോബ്ലവും എന്തെന്ന് വെച്ചാൽ അത് കറണ്ടില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല എന്നാണ്. പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കറണ്ടില്ലെങ്കിലും വർക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിനായി ഞാൻ ചെയ്തത്, അനാവശ്യമായി കിടന്നിരുന്ന ഇവിടുത്തെ 2 പൈപ്പുകളിൽ ഒരു പൈപ്പിനെ ഞാൻ ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഇളക്കിയെടുത്ത ഈ ടാപ്പിലേക്ക് കണക്ഷൻ കൊടുത്താൽ നോർമലി ഇതൊരു ടാപ്പായി ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് T കണക്ഷൻ എടുത്തുകൊണ്ട് സോളിനോയിഡ് വാൾവിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ആ ടാപ്പിനെയും നമുക്ക് ഉപയോഗിക്കാം. അതായത് കറണ്ട് ഇല്ലെങ്കിൽ സാധാ ടാപ്പും കറണ്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സെൻസർ ടാപ്പും. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവാം.
അപ്പോൾ ഇതാ നമ്മളുടെ ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൈ കാണിച്ചാൽ വെള്ളം വരും. കറണ്ട് ഇല്ലെങ്കിൽ നോർമലി പൈപ്പ് തിരിച്ചാൽ അപ്പുറം വെള്ളം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അനാവശ്യമായി ചാർജ് തീരാതിരിക്കാൻ ഇതിൻ്റെ ബാറ്ററിയിൽ കൊടുത്ത ഒരു സ്വിച്ചാണിത്. ഈ സ്വിച്ച് ഓണാക്കിയതിന് ശേഷം കൈ കാണിച്ചാൽ വെള്ളം വരികയും ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓഫാക്കിയിടുകയും ചെയ്യാം. ഓഫാക്കിയിട്ടതിന് ശേഷം കൈ കാണിച്ചാൽ വെള്ളം വരികയില്ല. പക്ഷേ നമുക്ക് ബാറ്ററിയുടെ ചാർജ് വെറുതെ അനാവശ്യമായി ചിലവാകുന്നതിനെ സംരക്ഷിക്കാം. അഥവാ ഇനി പെട്ടെന്ന് ചാർജ് തീർന്നു പോയാൽ പ്രശ്നമില്ല. നോർമലി ഈ ടാപ്പ് ഇവിടെയുണ്ട്. ഈ ടാപ്പ് തിരിച്ചാൽ ഇതിലും വെള്ളമുണ്ട്. ഇലക്ട്രോണിക് പരമായ ജീവിതത്തിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വർക്ക് വിജയിച്ചപ്പോൾ ഉണ്ടായ സന്തോഷകരമായ ആ ഒരു നിമിഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഏതായാലും ഇതുവരെ കണ്ടു നിന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ നന്ദി. ഏതൊരാൾക്കും വളരെ അനായാസം ചെയ്യാവുന്ന ഒരു വർക്കാണിത്. പക്ഷേ ചെറിയൊരു ശ്രദ്ധ വേണം എന്നേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉസ്നി മഞ്ചേരി. എല്ലാവർക്കും നന്മകൾ.